മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ഒരുപോലെ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെ കമൽഹാസൻ നായകനായി അഭിനയിച്ച ഗുണ എന്ന സിനിമയും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു. ഗുണ ചിത്രീകരിച്ച അതേ ഗുഹയിലായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിന്റെയും കഥ നടന്നത്. ഇതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് മുൻപ് തമിഴിൽ റിലീസ് ചെയ്ത സിനിമ ചർച്ചയായത്. ഗുണ വീണ്ടും റിലീസ് ചെയ്യണമെന്നടക്കം തമിഴ്നാട്ടിൽ പല ആവശ്യങ്ങളും ഉയർന്നു വരികയാണ്. ഇതിനു പുറമെ ആ സിനിമയിൽ അഭിനയിച്ച മറ്റ് താരങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. തമിഴ് സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ജനകരാജും ഗുണയിൽ പ്രധാനപ്പെട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ്. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം ജനകരാജും കമൽഹാസനും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. രജനി, കമൽ, ശിവാജി, സത്യരാജ്, രാംകി, പ്രഭു തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള ജനകരാജും കമൽഹാസനും തമ്മിലും നല്ല സുഹൃത്തുക്കളായിരുന്നു. നായകൻ, വിക്രം, വെട്രി വിഷ്ടി, സത്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ കമൽഹാസൻ ജനകരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി. അങ്ങനെയാണ് ഗുണ എന്ന സിനിമയിലും അഭിനയിച്ചത്. എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ താരങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കമൽഹാസനും ജനകരാജും വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് പ്രശസ്ത നിർമ്മാതാവും സംവിധായകനുമായ റാസി അളഗപ്പനാണ് വെളിപ്പെടുത്തിയത്. അന്ന് ഗുണയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. കമൽഹാസനും ജനകരാജും ചെന്നൈയിലെ ആൾവാർപോർട്ട് ഏരിയയിൽ നിന്നുള്ളവരാണ്. ഇരുവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചും നല്ല സുഹൃത്തുക്കളായി വന്നവരാണ്. എന്നാൽ ഗുണ സിനിമയുടെ ഡബ്ബിംഗ് AVM ഗാർഡനിൽ വെച്ച് നടക്കുന്നതിനിടെയാണ് കമലും ജനകരാജും തമ്മിൽ തർക്കമുണ്ടായത്. തന്റെ കഥാപാത്രത്തിന് വേണ്ടി ജനകരാജ് ഡബ്ബ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം സഹനടൻ RS ശിവാജിയും സംവിധായകൻ സന്താന ഭാരതിയും അവിടെയുണ്ട്. ജനകരാജ് തന്റെ ഡയലോഗുകൾ ഡബ്ബ് ചെയ്ത ശേഷം അളഗപ്പൻ അതിന് ഓക്കെ പറഞ്ഞു. എന്നാൽ RS ശിവജി വീണ്ടും ആ ഡയലോഗ് ആവർത്തിക്കാൻ പറഞ്ഞു. ഇത് കേട്ടതോടെ സംവിധായകനായ സന്താന ഭാരതിയും ഇതേ കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ ജനകരാജ് ഇതിന് വിസമ്മതിച്ചു. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അവസാനം അത് കയ്യാങ്കളിയിലേക്ക് വരെ എത്തി. ജനകരാജുമായുള്ള തർക്കം നീണ്ടതോടെ സിനിമയുടെ ഡബ്ബിംഗ് പാതി വഴിയിൽ നിലച്ചു. ഇക്കാര്യം കമൽഹാസന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ പ്രശ്നത്തിൽ കമൽഹാസൻ സന്താന ഭാരതിക്കൊപ്പം നിന്നതോടെ ഇത് യൂണിയനിൽ വരെ എത്തി. അളഗപ്പൻ ഉണ്ടെങ്കിൽ ബാക്കി ഡബ്ബിംഗ് പൂർത്തിയാക്കാമെന്ന് ജനകരാജ് പറയുകയായിരുന്നു. ഒടുവിൽ ഒത്തുതീർപ്പാക്കി ഡബ്ബിംഗ് പൂർത്തിയാക്കി. ഈ പ്രശ്നത്തിന് ശേഷമാണ് ഗുണയ്ക്ക് ശേഷം കമൽഹാസനും ജനകരാജും പിന്നീട് ഒരു സിനിമയിലും ഒരുമിച്ച് അഭിനയിക്കാത്തത്.